അക്കാഡമിക് മികവിന്റെ ഉജ്ജ്വല ഉദാഹരണമായി ആഗ്നസ് ബോണിസോസ CBSE പരീക്ഷയിൽ 500-ൽ 500 നേടി ഞാറക്കലിന്റെ അഭിമാനമായി. This news brought to you by Kalpaga Weddings, North Parvur. CBSE ബോർഡ് പരീക്ഷാഫലം 2025-26 അധ്യയന വർഷത്തിൽ CBSE നടത്തിയ ബോർഡ് പരീക്ഷയിൽ ഞാറക്കൽ സെയിന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ നിന്നും 500-ൽ 500 മാർക്കും കരസ്ഥമാക്കി ഉജ്ജ്വല വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥിനി കുമാരി ആഗ്നസ് ബോണിസോസ. പാഠ്യവിഷയങ്ങൾക്ക് പുറമെ പാഠ്യോത്തര വിഷയങ്ങളിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥിനി കൂടിയാണ് കുമാരി ആഗ്നസ് ബോണി. +2-വിനെ ബയോമാത്സ് എടുത്ത് ആസ്ട്രോഫിസിക്സിൽ റിസർച്ച് ചെയ്യാനാണ് ഭാവിയിൽ താൽപ്പര്യം. ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡിൽ സബോർഡിനേറ്റ് ഓഫീസറായ ബോണി ബോസ് സോസയുടെയും നായരമ്പലം സബ് ട്രഷറിയിൽ ജൂനിയർ സൂപ്രണ്ടന്റായി ജോലി ചെയ്യുന്ന സിമി ആൻഡ് ബ്രോഡ്രിക്സിന്റെയും മകളാണ് കുമാരി ആഗ്നസ് ബോണി. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, ഞാറക്കൽ. ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിയ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇതിൽ ഞാൻ എൻ്റെ പഠിത്തത്തിൽ പോലും ഞാനിപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയാലും അതെനിക്ക് ഫോളോ ചെയ്യാൻ അങ്ങനെ പറ്റുമായിരുന്നില്ല. അതായത് അത്ര കോൺസ്റ്റൻ്റ് അല്ലായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു റുട്ടീൻ, ഡെയിലി മോർണിംഗ് റുട്ടീൻ, അതായത് രാവിലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് എനിക്ക് എന്താ പള്ളിയിൽ പോകുക, വിശുദ്ധ കുർബാനയിൽ കൂടുക, അതൊക്കെ എന്നെ അത്രയധികം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഒരു വർഷം കാലം എന്ന് പറഞ്ഞാൽ 10th എന്നതിലുപരി എൻ്റെ ജീവിതത്തിൽ വളരെയധികം ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വർഷം കൂടിയായിരുന്നു. അപ്പോൾ ദൈവത്തിന് നന്ദി പറയാണ്. ദൈവത്തിൻ്റെ ഒരു മിറക്കളാണ് ഈ ഒരു എൻ്റെ റിസൾട്ടിൽ പ്രതിഫലിക്കുന്നത്. അല്ല എൻ്റെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിനാണ് ഞാനിതിന് ക്രെഡിറ്റ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് എൻ്റെ ടീച്ചേഴ്സ്. എൻ്റെ സെയിൻറ്റ് ജോസഫ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ 12 വർഷമായിട്ട് അവിടെയാണ് പഠിക്കുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 12 വർഷം, ആ ഒരു ചൈൽഡ്ഹുഡിലെ 12 വർഷം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ നമ്മൾ ഇനി ഭാവിയിൽ എന്ത് പഠിച്ചാലും അതിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഇവിടെയാണ് ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടർ ഫോർമേഷൻ, നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ട വാല്യൂസും മോറൽസും അതൊക്കെ നമുക്ക് പകർന്നു തരാൻ സെയിൻറ്റ് ജോസഫ്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്കൂൾ വളരെയധികം ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് മൂല്യങ്ങൾ പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അധ്യാപകരുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടും ഡെഡിക്കേഷനും, അതുപോലെ തന്നെ ഞങ്ങളെ അവസാനമായപ്പോൾ ഉണ്ടായിരുന്ന 10th അവസാനമായപ്പോൾ ഞങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് പഠിപ്പിക്കുകയും ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകുകയും ചെയ്തു. അവരുടെ കഠിന പ്രയത്നവും അവരുടെ നിസ്വാർത്ഥമായ സേവനവുമൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്കൂളിൽ നല്ല റിസൾട്ട് തന്നെ അതുകൊണ്ട് നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ അധ്യാപകരും പഠിപ്പിക്കുക എന്നതിലുപരി സ്വന്തം മക്കളെ പോലെ കണ്ട് സ്നേഹിക്കാനും അവരുടെ മക്കൾക്ക് എന്ത് പകർന്നു കൊടുക്കുന്നുവോ അതുപോലത്തെ വാല്യൂസ്, ജീവിതത്തിൽ ആവശ്യമായ വാല്യൂസ് പകർന്നു കൊടുക്കാനും വളരെയധികം തീക്ഷ്ണമായി പ്രയത്നിച്ചിട്ടുള്ള അധ്യാപകരാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എൻ്റെ സ്കൂളിലെ അധ്യാപകർ. വളരെയധികം നല്ല സ്കൂളാണ് സെയിൻറ്റ് ജോസഫ്സ്. അതുപോലെ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ സിസ്റ്റർ നോയൽ റോസ്, അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പളും എൻ്റെ ക്ലാസ് ടീച്ചറും കൂടിയായ മിസ്സസ് മോനി, എൻ്റെ സോഷ്യൽ സയൻസ് ടീച്ചറും കൂടിയാണ്. എല്ലാ ടീച്ചേഴ്സും, ഓരോ സബ്ജക്റ്റ് ടീച്ചേഴ്സും എൻ്റെ ഒരു റിസൾട്ട്, ഇത്രയും നല്ല റിസൾട്ട് നേടാനായിട്ട് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു ടീച്ചിങ് മെത്തേഡ് ആണ് നമ്മുടെ റിസൾട്ടിനെ ഒരു പരിധിവരെ നമ്മൾ നിർണ്ണയിക്കുന്നത്. അവരുടെ ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മളിലേക്ക് എന്തോരം വിവരങ്ങൾ ആഴ്ന്നിറങ്ങുന്നു, അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ടീച്ചറും അതിനനുസരിച്ച് പ്രയത്നം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ലേണിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത് എൻ്റെ ഒരു ഹോളി മാസിന് പോകുക, അതൊക്കെയായിരുന്നു. അതുകൂടാതെ ഞാൻ സ്ലീപ്പ് നല്ലോണം, അതായത് സ്ലീപ്പിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് അധികം ഉറക്കം ഇളച്ചിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയൊന്നല്ല, നമ്മുടെ ഹെൽത്തിന് മുൻഗണന കൊടുത്തിട്ട് തന്നെയാണ് പഠിച്ചത്.
പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കാതെ തന്നെ ഈ ഒരു വർഷം മുന്നോട്ട് പോകാൻ സാധിച്ചു. ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ട്യൂഷൻ ക്ലാസ്സുകൾക്കൊന്നും പോയിരുന്നില്ല. പകരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഓൺലൈനിൽ, യൂട്യൂബിൽ, സോഷ്യൽ മീഡിയാസിൽ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോയത്. എൻ്റെ ഒരു ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സ്കൂളിൽ എടുക്കുന്ന ഒരു പോർഷൻ അതിൻ്റെ തലേ ദിവസമോ അതിന് മുമ്പോ നമ്മൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കണ്ട് പഠിക്കുക, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. മാത്സ് ആണെങ്കിൽ വായിച്ച് നോക്കുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള വീഡിയോസും ടെസ്റ്റ് സീരീസും ഒക്കെ അവൈലബിൾ ആണ്. അവയെ കണ്ട് ജസ്റ്റ് ഒന്ന് പരിശീലിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് അവരെടുക്കുമ്പോൾ നമുക്ക് ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് നമുക്ക് അവയെ പറ്റി ഒന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഫെമിലിയർ ആയിട്ട് തോന്നും. നമ്മൾ ക്ലാസ്സിലെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വായിച്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടോ ഉണ്ടെങ്കിൽ വി ക്യാൻ കണക്ട് ഇറ്റ് ഈസിലി ആൻഡ് വി ക്യാൻ മെമ്മറൈസ് ആൻഡ് ലേൺ ഇറ്റ് ഈസിലി. ഞാൻ ആ ഒരു മെത്തേഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എനിക്കെന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നത് എനിക്ക് വർക്കാവില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, ഈശോയുടെ ഒരു വലിയ കൃപ തന്നെയാണ്. ഈ ഒരു ജേർണി മൊത്തം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പറ്റി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരിക്കലും എനിക്ക് ഒരു തരത്തിലുള്ള പ്രഷറും തരാതെ എന്നെ 100% സപ്പോർട്ടും എൻകറേജ്മെൻറ്റും തന്നുകൊണ്ടാണ് ഈ ഒരു ജേർണിയിൽ അവരെന്നെ കൂടെ കൈപിടിച്ച് നടത്തിയത്. ഒരു തരത്തിലും എന്നെ പ്രഷർ ചെയ്തിട്ടില്ല. മോളെ കിട്ടണ മാർക്ക് മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാനിപ്പോൾ ഇടയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ള അവസരങ്ങളുണ്ട്. ഇതിപ്പോൾ പ്രീ മോഡലിനൊക്കെ നല്ല ടഫായിരുന്നു, പ്രീ മോഡൽസൊക്കെ. പക്ഷെ അത് ടഫായിട്ട് ഇട്ടുകൊണ്ട് തന്നെ ബോർഡ്സ് ഇത്തിരി അല്പം എളുപ്പമായിട്ട് തോന്നി. പക്ഷേ പ്രീ ബോർഡ്സിന് എന്താ പറയുക, ടഫായി മാർക്ക് കുറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും എന്നെ വഴക്ക് പറയുകയോ അതുപോലെ എൻ്റെ കഴിവുകളെ സംശയിക്കുകയോ ഒന്നും ചെയ്യാതെ മോളെ നീ പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ്, പിന്നെ നീ പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് എന്നെ കൂടെ കൈ പിടിച്ച് നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുടെ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ടിനും ഒക്കെ ഞാൻ നന്ദി പറയാണ്. അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ്, എൻ്റെ അമ്മാമ്മയും അപ്പാപ്പനും, അവരും ഇത്ര നാളും എൻ്റെ കൂടെ നൽകിയ ഒരു സപ്പോർട്ടിനും കരുതലിനും ഒക്കെ നന്ദി പറയാണ്. പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്. അവരും എന്നെ വളരെയധികം സഹായിക്കുകയും കരുതുകയും ചെയ്തിട്ടുണ്ട്. അവർക്കും നന്ദി പറയുകയാണ്. അപ്പോൾ അത്ര. ആഗ്നസ് ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ആള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സ് ആണെങ്കിലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സെയിൻറ്റ് ജോസഫ് സ്കൂളിൽ എല്ലാ കോപ്പറേഷനും അവരുടെ സൈഡിൽ നിന്നുള്ള എല്ലാ കോപ്പറേഷനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലുണ്ടായിരുന്നു, ഞാൻ ഡൽഹിയിലായിരുന്നു. അപ്പോൾ എനിക്കിതിൽ കുറച്ചും കൂടി ഇതായിട്ട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലുള്ള ഭരണകൂടം ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തു. കാരണം എനിക്ക് വൈഫിനാണെങ്കിലും നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവളുടെ കൂടെ നിന്ന് ഈ സമയത്തൊന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരു എന്താ പറയുക, ഒരു നർച്ചർ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് നമ്മൾ പ്രോപ്പർ ചാനലിൽ റിക്വസ്റ്റ് എല്ലാം വെച്ച് ഗവൺമെൻറ് അത് പുള്ളിക്കാരുടെ ട്രാൻസ്ഫർ ഇങ്ങോട്ട് ആക്കി തന്നു. പിന്നെ ഞാൻ കോസ്റ്റ് ഗാർഡ് സർവീസിലാണ് ജോലി ചെയ്തത്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടി.